വലിയപറമ്പിലെ ഇടയിലക്കാട് കാവിൽ ഓരിലത്താമരയെ തേടി കുട്ടികളെത്തി. പുതുമഴയിൽ പൂവോടുകൂടി പ്രത്യക്ഷപ്പെടുകയും 6 മാസം കഴിഞ്ഞ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന അപൂർവ സസ്യമാണ് ഓരിലത്താമര. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇടയിലക്കാട് കാവിൽ ഇടയിലക്കാട് നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദി സംഘടിപ്പിച്ച ഓരിലത്താമര നിരീക്ഷണമാണ് കുട്ടികളിൽ പുതിയ അറിവിന്റെയും തിരിച്ചറിവിന്റെയും പാഠങ്ങൾ പകർന്നത്. കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഈ സസ്യത്തിന്റെ 2 ഇനങ്ങൾ ഇടയിലക്കാട് കാവിൽ കണ്ടെത്തിയിട്ടുണ്ട്. നെർവീലിയ പ്രൈനിയാന, നെർവീലിയ ഇൻഫുണ്ടി ബൈഫോളിയ എന്നിവയാണ് ഈ 2 ഇനങ്ങൾ. ശരാശരി 5 സെന്റിമീറ്റർ വ്യാസമുള്ള താമര ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള നിലം പറ്റി വളരുന്ന ഒരുതരം നില ഓർക്കിഡാണിത്. മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങയുടെ വലിപ്പത്തിലുള്ള ചെറിയ തരം കിടങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചുവരിക. നേർത്ത തണ്ടിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിന്റെ ആയുസ് ഒരാഴ്ചക്കാലമേ നീളൂ. പിന്നീടാണ് സസ്യത്തിന്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെടുകയും നവംബർ മാസത്തോടെ മണ്ണിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നത്. വൃക്ക, ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഔഷധമായി ഇതിന്റെ കിടങ്ങ് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്നു. ഇത്തവണ ഒരിലത്താമരയുടെ എണ്ണത്തിലും വലിപ്പത്തിലും കുറവ് വന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഒരിലത്താമര ഏറ്റവും അപൂർവമായിട്ടുള്ള 2 ഇനങ്ങൾ ഈ ഇടയിലക്കാട് കാവിലുണ്ട്. ഇത്തവണ നമ്മൾ ഇത് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ഇതിന്റെ എണ്ണം വളരെ വലിയ നിലയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കാവിന്റെ ഒരു 4 വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരിലത്താമര നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഒരിലത്താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് വലിയ നിലയിൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഈ ഒരിലത്താമരകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഗ്രന്ഥാലയത്തിന്റെയും അതേപോലെ തന്നെ ബാലവേദിയിലെ കുട്ടികളും അത്തരത്തിലുള്ള ഒരു സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു നിരീക്ഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹൊസ്തൃക താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും പരിസ്ഥിതി പ്രവർത്തകരുമായ പി വേണുഗോപാലൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി ഡോക്യുമെന്ററി സംവിധായകനുമായ കൃഷ്ണദാസ് പലേരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ, കെ വി രമണി, സി ജലജ, പി വി സുരേശൻ, എം പ്രമോദ്, കെ പി ഗിരിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.